നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും യുദ്ധഭീഷണി തുടർന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയും പീപ്പിൾസ് പാർട്ടി ചെയർമാനുമായ ബിലാവൽ ഭൂട്ടോയാണ് ഇപ്പോൾ യുദ്ധഭീഷണിയുമായി എത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു. ഇനിയും വെള്ളം ഇന്ത്യ നിഷേധിച്ചാൽ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് പോകുമെന്നാണ് ബിലാവലിന്റെ ഭീഷണി. ഇന്ത്യക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ കരാർ പ്രകാരമുള്ള വെള്ളം നൽകുക, അല്ലെങ്കിൽ 6 നദികളിൽ നിന്നുള്ള വെള്ളം ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരുമെന്നും ബിലാവൽ പറഞ്ഞു. ഏറെ പ്രയത്നിച്ചാണ് FATFന്റെ വൈറ്റ് ലിസ്റ്റിലേക്ക് പാകിസ്ഥാൻ മാറിയത്. വീണ്ടും FATFന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അതിനായി ഭീകരവാദത്തെയും നയതന്ത്ര ബന്ധത്തെയും ഉപയോഗിക്കുകയാണ്. കശ്മീർ വിഷയം ആഗോളതലത്തിൽ എത്തിക്കുന്നതിൽ പാകിസ്ഥാൻ വിജയിച്ചെന്നും ബിലാവൽ ഭൂട്ടോ അവകാശപ്പെട്ടു. എന്നാൽ 1960 സിന്ധു നദീജല കരാർ ഇന്ത്യ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. പിന്നാലെയാണ് ബിലാവൽ ഭീഷണിയുമായി രംഗത്തെത്തിയത്. എന്തായാലും ഏത് ഭീഷണിക്ക് മുന്നിലും പിന്മാറില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. അതേസമയം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. വമ്പൻ കരാറാണ് ഇനി വരാൻ പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത്. രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 2000 കോടി രൂപയുടെ കരാറിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രാലയം. ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനാണ് കരാർ. ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ, വ്യോമാക്രമണ പ്രതിരോധ സംവിധാനങ്ങൾ, പുതിയ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവ അടിയന്തരമായി വാങ്ങാനാണ് നീക്കം. അടിയന്തര ആയുധ സംഭരണ സംവിധാനത്തിലാണ് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുന്നത്. സൈന്യത്തിന് വേണ്ടി 2000 കോടിയുടെ ആയുധ സംഭരണത്തിനാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇതിനായി 13 കരാറുകൾക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്. കമ്പനികളുമായി ചർച്ചകൾ നടത്തി 1981.90 കോടി രൂപയ്ക്കാണ് ആയുധങ്ങൾ വാങ്ങുക. ഇന്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർഡിക്ഷൻ സിസ്റ്റം, ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാർ, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, അതിൻ്റെ ലോഞ്ചറുകളും മിസൈലുകളും, വിദൂര നിയന്ത്രിത നിരീക്ഷണ ഡ്രോണുകൾ, ലോയ്റ്ററിംഗ് മ്യൂണിഷനുകൾ, ചെറുകിട ഡ്രോണുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന ഹെൽമറ്റുകൾ, കവചിത വാഹനങ്ങൾ, തോക്കുകളിൽ ഘടിപ്പിക്കാവുന്ന രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ് സൈറ്റ് സംവിധാനം എന്നിവയാണ് അടിയന്തര നടപടിയായി വാങ്ങുന്നത്. ഭീകരവാദ ഭീഷണികൾ നേരിടുന്നതിനും ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിനും സൈനികരുടെ സുരക്ഷയും കണക്കിലെടുത്താണ് പുതിയ നടപടി. സേനയെ ആധുനികവൽക്കരിക്കുന്നതിനും കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിനും പുതിയ കാല ഭീഷണികളെ നേരിടാൻ പ്രാപ്തരാക്കുന്നതിനും വേണ്ടിയാണ് ആയുധ സംഭരണം നടത്തുന്നത്. സൈന്യത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യമെങ്കിൽ കാലതാമസം കൂടാതെ ആയുധം സംഭരിക്കാനുള്ള സംവിധാനമാണ് EP എന്ന ചുരുക്കപ്പേരിൽ പറയുന്ന എമർജൻസി പ്രൊക്യൂർമെന്റ് മെക്കാനിസം. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനും നേരിട്ട് ആയുധങ്ങൾ സംഭരിക്കാനും ഇത് സൈന്യത്തെ സഹായിക്കും.